ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. എജ്ജാതി ത്രില്ലർ. ഇന്നലത്തെ ഡേ അവസാനിച്ചപ്പോൾ ഒരാൾ പോലും ഒരു തരിത് പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു മത്സരം ഇന്ത്യ ജയിക്കുമെന്ന്. പക്ഷേ ഇതാ നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യൻ ബോളിംഗ് നിരയുടെ കിടിലം പ്രകടനത്തിൽ 6 റൺസിന്റെ വിജയം നേടിയെടുത്തിരിക്കുകയാണ് ടീം ഇന്ത്യ. ഇന്നലത്തെ ഡേ അവസാനിച്ച സമയത്ത് സിറാജിനെ എല്ലാവരും തന്നെ ശപിച്ചിട്ടുണ്ടാവും ആ ഒരു ക്യാച്ചിന്റെ കാര്യത്തിൽ. ബ്രൂക്കിന്റെ വിക്കറ്റ് വളരെയധികം നിർണായകമായിരുന്നു, അത് കളിയിലെ ടേണിംഗ് പോയിന്റ് ആകുമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷേ എന്തായാലും ഇന്നത്തെ ദിവസത്തിൽ ആ ഒരു ഗെയിം ഇന്ത്യ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. എന്തായാലും ബൂമ്ര ഇല്ലാതെയാണെന്ന് ഓർക്കണം നമ്മുടെ ബോളിംഗ് സൈഡിൽ നിന്ന് ഈ ഒരു പ്രകടനം കാഴ്ചവെച്ചത്. എന്തായാലും എന്നെ അറ്റ്കിൻസൺ ഒന്ന് ഞെട്ടിച്ചു. പുള്ളിയുടെ ഇന്നിങ്സ് ചെറിയൊരു പണി തരുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പുള്ളി 17 റൺ 29 ബോളിൽ നിന്ന് സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്മിത്ത് അല്പം പ്രഷറിലാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു വിക്കറ്റ് വീഴുകയാണെങ്കിൽ കളി ജയിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്ന് മനസ്സിൽ വരുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ച് ഒരു വലിയ കംബാക്ക് തന്നെ പറയണം. കാരണം അത്രത്തോളമായിരുന്നു ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയുടെ ആ ഒരു കോൺഫിഡൻസ് ഈ ഒരു മത്സരം ജയിക്കുമെന്നുള്ളതിൽ. കാരണം ഇന്ത്യൻ ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടിരിക്കുന്നവർക്ക് ഇന്ത്യൻ ബാറ്റിംഗ് സൈഡിൽ ഇന്ത്യൻ ബോളിംഗ് സൈഡിൻ്റെ പ്രകടനത്തിൽ ഇന്നലെ കണ്ടിരുന്നവർക്ക് അത്ര വലിയ സന്തോഷം തരുന്ന ഒരു പ്രകടനം ആയിരുന്നില്ല. ഒരു സൈഡിൽ നിന്ന് വിക്കറ്റ് വീഴുന്നുണ്ടെങ്കിലും മറു സൈഡിൽ നിന്ന് റൺസ് വരുന്ന വലിയ തിരിച്ചടി ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും അങ്ങനെ ഈ ഒരു മത്സരം ഇന്ത്യ 6 റൺസിന് ജയിക്കുകയാണ്. അങ്ങനെ സീരീസ് 2-2 എന്നുള്ള രീതിയിൽ ടൈ ആവുന്നു. ആൻഡ് മനോഹരമായിട്ടൊരു വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഗില്ലിനെ സംബന്ധിച്ചൊരു സമാധാനം എന്ന് പറയാം. കാരണം ക്യാപ്റ്റനായിട്ട് ആദ്യത്തെ സീരീസ് ഫുള്ളായിട്ട് വാഷ് ഔട്ടായി കയ്യിൽ നിന്ന് പോയിട്ടില്ല. അങ്ങനൊരു സമാധാനങ്ങളുണ്ട്. എന്തായാലും മനോഹരമായൊരു വിജയം നേടിയെടുത്ത ടീം ഇന്ത്യക്ക് അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തുക. ശരിക്കും രോമാഞ്ചം വന്നു. ഇതിൻ്റെ ഹൈലൈറ്റ്സ് ഒക്കെ കുത്തിയിരുന്ന ആൾക്കാർ കണ്ടുവരും. കാരണം ഓൾമോസ്റ്റ് കുറേ പേര് ഈ ഒരു മത്സരം തോക്കുമെന്ന് വിചാരിച്ച് ഇന്നത്തെ മത്സരം കാണാതെ സ്കിപ്പ് ചെയ്തവരുണ്ട്. അവർക്ക് വലിയ നഷ്ടം തന്നെയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. അപ്പോൾ ബൈ ഗൈസ്.